ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും ബെല്ലി ഫാറ്റ് അമിതവണ്ണം കുറയ്ക്കാനും അതും ഓവർനൈറ്റ് ഓട്സിന് പകരം കഴിക്കാൻ പറ്റുന്ന ന്യൂട്രിയം പാക്ഡ് വിത്ത് ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി വേർഷനൊക്കെ വേണമെങ്കിൽ റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് അല്ലെങ്കിൽ മറ്റ് ഹെൽത്തി സീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് അല്പം ഹെൽത്തി ഫാറ്റ്സും ന്യൂട്രിയൻസും കിട്ടാനായിട്ട് കുറച്ച് പംകിൻ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം ഫിഗ് കട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മക്കാന കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മക്കാനയിൽ പ്രോട്ടീനും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ വെയ്റ്റ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാനും ഒപ്പം സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ്. ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹാഫ് ആപ്പിൾ കട്ട് ചെയ്തതൂടെ ചേർത്ത് കൊടുക്കാം. ആപ്പിളിന് പകരമായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പുളി കുറഞ്ഞ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഹൈ പ്രോട്ടീൻ കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ സട്ടു പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സട്ടു പൗഡർ കുറേ നേരം വിശപ്പ് വരാതിരിക്കാനും പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാനും സഹായിക്കുന്നതുമാണ്. സോക്ക് ചെയ്യാൻ ആവശ്യമായ സ്കിംഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കൗ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ലൈക്ക് ആൽമണ്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് ഒക്കെ എടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അറൗണ്ട് 15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. ഇതാ 15 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓട്സ് ചിയ ബൗള് നന്നായി തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ക്രഞ്ചിനെസ്സിനും നാച്ചുറൽ സ്വീറ്റ്നെസ്സിനുമായിട്ട് അല്പം പംകിൻ സീഡ്സും റേസിൻസും ഹണിയും ഓട്സ് ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ക്യൂക്ക് വേർഷനിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. പ്രത്യേകിച്ചും ഇത് വെയിറ്റ് ലോസ് ചെയ്യാൻ ഫോളോ ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഫില്ലിംഗ് കൂടിയാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഹോട്ടായിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ 1-2 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് കഴിക്കാം. അതല്ല കുറച്ച് ചിൽഡ് വേർഷനാണ് ഇഷ്ടമെങ്കിൽ 5 മിനിറ്റ് റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷവും കഴിക്കാവുന്നതാണ്. വെയിറ്റ് ലോസ് സീരീസിൻ്റെ ഒരുപാട് ഓട്സ് ചിയ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.